ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ കഴിഞ്ഞ ഒരു മാസത്തെ PNL ആണ് നോക്കാൻ പോകുന്നത്. ജനുവരിത്തെ PNL ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൻ്റെ ഇതാണ്, ട്രേഡിംഗ് പാനലാണ്. ഇതിൽ ഞാൻ ഫ്ലാറ്റ് ട്രേഡിലാണ് ട്രേഡ് ചെയ്യലൊക്കെ. ചാനൽ വീഡിയോസൊക്കെ കാണുന്നതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഫ്ലാറ്റ് ട്രേഡിലെ ഇതിൽ PNL ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്, റെഫർ ആൻഡ് ഏണിൻ്റെ അവിടെയാണ്. റെഫർ ആൻഡ് ഏൺ ക്ലിക്ക് ചെയ്യാം. അതിൽ വേരിഫൈഡ് PNL എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയി നോക്കാം. വേരിഫൈഡ് PNL അടിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കസ്റ്റം ഡേറ്റ് റേഞ്ച് കാണാം. അതിൽ നമുക്ക് ജനുവരി മന്ത് സെലക്ട് ചെയ്യാം. ജനുവരി 1 സെലക്ട് ചെയ്ത് കൊടുക്കാം. ജനുവരി 1. ഓക്കെ, ജനുവരി 1. അതേപോലെ ഇതിലിപ്പോൾ കാണുന്നത് ഫെബ്രുവരി 2 അതും കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ അത് കൊടുത്താൽ ഈ 1 ഉള്ള ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കൂടെ വരും. കാരണം ശനിയാഴ്ച സ്പെഷ്യൽ ട്രേഡിങ്ങിൻ്റെ എന്തെങ്കിലും ബജറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ വരും. അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് ജനുവരി 31 കൊടുക്കാം. അപ്പോൾ ജനുവരി 1 മുതൽ 31 വരെയുള്ള ഡീറ്റെയിൽഡ് PNL ആയിരിക്കും കാണിക്കാം. ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. ഇവിടെ ലിങ്കൊക്കെ ജനറേറ്റ് ആയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ മാസം ജനുവരിയിൽ ഞാൻ ട്രേഡ് ചെയ്തത് 75,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ്. 75,000 ക്യാപിറ്റൽ വെച്ചിട്ട് 2 ലോട്ടാണ് ചെയ്തത്. അപ്പോൾ ആ 2 ലോട്ട് 75,000 വെച്ചിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, ലോസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പ്രിവ്യൂ അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണാം, പ്രോഫിറ്റാണ് 9,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം. അതായത് ജനുവരി 1 തൊട്ട് 31 വരെ 75,000 രൂപ ക്യാപിറ്റൽ ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ്. അതിൽ ഈ ദിവസങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് ഉണ്ടായതിനു ദിവസം ചില ദിവസം ട്രേഡിംഗ് ഇല്ലാത്ത ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ ഇവിടെ കാണാം, 5,632 അത് ജനുവരി 17 ജനുവരി 17 നോക്കുകയാണെങ്കിൽ 15 ഓക്കെ, ഈ ഒരു ഡേറ്റിനാണ് അതിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയത് കഴിഞ്ഞ മാസം. ബാക്കി ഇതൊക്കെ ട്രേഡിങ് ഉണ്ടായിരുന്നത് ഈ പച്ചയൊക്കെ പ്രോഫിറ്റും ചുവപ്പൊക്കെ ലോസാണ്. അതിൽ ഓൾമോസ്റ്റ് ഈ എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ, ചാനലിൽ നോക്കിയാൽ കിട്ടും. പിന്നെ കുറേ ട്രേഡിങ് ഇല്ലാത്ത ദിവസമുണ്ട്. ജനുവരിയിൽ കുറേ പ്രോപ്പർ എൻട്രി ഒന്നും വരാത്തതുകൊണ്ട് ട്രേഡിങ് ഇല്ലാത്ത കുറേ ദിവസങ്ങളുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മാസമാണ് ഇനി ജനുവരി. ബുദ്ധിമുട്ട് വെച്ചാൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരാണ്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിരുന്നിട്ട് ട്രേഡൊന്നും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജനുവരിയിൽ ഉണ്ടായിന്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ 9,000 റുപ്പീസ് പ്രോഫിറ്റ് വരുമ്പോൾ 75,000 ക്യാപിറ്റൽ വെച്ചിട്ട് 7,500 ആയാലും 10% ആയി. അപ്പോൾ 10% കുറച്ച് കൂടുതലുണ്ട്, ഒരു 11% 12% അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ലൈവ് ട്രേഡിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ലൈവ് ട്രേഡിങ് ലൈവായിട്ട് മാർക്കറ്റിലിരുന്ന് ട്രേഡ് ചെയ്യണം. അതിന് പക്ഷേ സെബീൻ്റെ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോടായിട്ട് പിന്നെ വേറൊരു പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ, ട്രേഡിങ് സൈക്കോളജീൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ആദ്യം വിചാരിച്ചിട്ട്. പക്ഷേ ആ വീഡിയോ ഒഴിവാക്കിയിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഒരു ലൈവായിട്ട് തന്നെ മാർക്കറ്റിൽ ഇരുന്നിട്ട് ട്രേഡിംഗ് സൈക്കോളജീനെ പറ്റിയിട്ട് സംസാരിക്കുന്ന രീതിയിലൊരു വീഡിയോ അല്ല, ലൈവായിട്ട് മാർക്കറ്റിൽ വന്നിരുന്നിട്ട് അങ്ങനെ പറയാമെന്ന്. അപ്പോൾ അത് ശനിയാഴ്ച ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. വരുന്ന ശനിയാഴ്ച ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഈ വീഡിയോ ഞാൻ എന്നായിരിക്കും പോസ്റ്റ് ചെയ്യാന്നുള്ളത് അറിയില്ല. ഈ വീഡിയോ ഇപ്പോൾ 2 ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് രാത്രി 10:23. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. പക്ഷേ ഇന്ന് എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യില്ല, രാത്രി ഇത്ര ലേറ്റ് ആയല്ലോ. അപ്പോൾ ഈ ആഴ്ച എന്തെങ്കിലും ഒരു ദിവസം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അതിന് ശേഷം വരുന്ന ശനിയാഴ്ച പറയുമ്പം 8 ആയിരിക്കും തോന്നുന്നു ഡേറ്റ്. ഓക്കെ, അപ്പോൾ 8 ഒരു ലൈവ് സെഷൻ വെച്ചാലുള്ളൊരു പ്ലാനിങ് ഉണ്ട്, ഈ സൈക്കോളജീനെ പറ്റിയിട്ട് പറയുന്ന രീതിയിൽ, ട്രേഡിംഗ് സൈക്കോളജീനെ. അപ്പോൾ ഈ എന്താ പറയുക, ഞാൻ ഈ PNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം ട്രേഡ് ചെയ്യാത്തതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യാതിരിക്കണമെന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി വരാത്ത സമയത്ത് ട്രേഡ് ചെയ്യാണ്ടിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മെൻ്റൽ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ലൈവ് സെഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ പറയാം ശനിയാഴ്ച വെക്കുന്നതിന്. പോളിട്ട സമയത്ത് എല്ലാവരും വെക്കണം എന്നുള്ള രീതിയിലൊക്കെ പോളിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ശനിയാഴ്ച രാവിലെ ഒരു 9 മണിക്കോ 10 മണിക്കോ അങ്ങനെ ഒരു ലൈവ് സെഷൻ വെക്കുന്നതിനെ പറ്റി എല്ലാവരും അഭിപ്രായം എന്ന് പറയാം. ഓക്കെ, സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.